ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കർത്താവിൽ പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിലെ 16-ാമത്തെ വാക്യം ദൈവമക്കൾ ശബ്ദമുയർത്തി ഒരാൾ വായിച്ചാട്ടെ. അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 3:60. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യരുടെ ദൈവജനത്തോട് ദൈവജനത്തിൻ്റെതാകുന്ന ചില സാഹചര്യങ്ങൾ കണ്ടിട്ട് അവരാരാണ് എന്നതിനെ കുറിച്ച് ആഴമായ ഒരു ആത്മീയ ബോധം അവർക്ക് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവിക മന്ദിരമാണ് നാം ഓരോരുത്തർക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ് നാം ഓരോരുത്തരുമെങ്കിൽ സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമായ മണ്ഡലം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. സ്തോത്രം. എന്നിട്ട് പൗലോസ് ശ്ലീഹ പറയുന്ന അടുത്ത യാഥാർത്ഥ്യം പ്രകാരമാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, ആമേൻ, നിങ്ങളും അങ്ങനെ തന്നെ എന്ന് പൗലോസ് എഴുതുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ വിശുദ്ധമായ ദൈവത്തിന്റെ മന്ദിരമാണ് ഇവിടിരിക്കുന്ന നാം ഓരോരുത്തരും. ആമേൻ. ആമേൻ പറഞ്ഞേ. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലം, അല്ലെ? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലം. നമുക്ക് ദൈവാത്മാവിനെ കുറിച്ചുള്ള വലിയ ആഴമായ കാഴ്ചപ്പാടൊക്കെ വളരെ വിരളമാണ്. നമുക്ക് പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രം, നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ പ്രാപിച്ചിട്ടുള്ള തലങ്ങളൊക്കെ ഒരു ചെറിയ മണ്ഡലം മാത്രമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറ്റി നാം ആഴമായി ഗ്രഹിക്കേണ്ടതിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു ഭരമേൽപ്പിച്ചു, നമ്മെ ദൈവസഭയെ ഭരമേൽപ്പിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. യേശു ഇന്ന് പിതാവായ ദൈവത്തിന്റെ അടുക്കൽ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായിട്ട് നമ്മുടെ കർത്താവായിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവാണ് കാര്യസ്ഥനായി നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. എന്റെ കാര്യസ്ഥനെ ഞാൻ നിങ്ങളോടുകൂടെ അയക്കും, നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ തിരിഞ്ഞു നോക്കിയാലും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി നമുക്ക് വിവിധ ഭാഗങ്ങളിലൂടെ വിവിധ അധ്യായങ്ങളിലൂടെ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആഴത്തിൽ അറിയുകയും ആഴത്തിൽ ഗ്രഹിക്കുകയും ആഴത്തിൽ അത് തിരഞ്ഞെടുപ്പാനും നമുക്ക് കഴിയണം. പറഞ്ഞേ. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടക്കം തന്നെ സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മേലെ കൊടുത്തു. ദൈവദിനത്തിൽ സ്തോത്രം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും. അടുത്ത ആഴത്തിന്റെ മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേൽ നമ്മുടെ ഈ ഭാഗം മാത്രം ഒന്ന് ഗ്രഹിച്ചാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്, ദൈവത്തിന്റെ ആത്മ പരിവർത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ സ്തോത്രം ഒരു 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 വലിയ ഭൂലോകം, ഒരു വലിയ പാത്രം നിറയെ വെള്ളം എടുത്തു വെക്കുക. പ്രൈസലോ സ്തോത്രം. വെള്ളം എടുത്ത് വെച്ചിട്ട് ഭൂലോകമാണ് ആ വെള്ളം. പ്രൈസ് ഗോഡ്. നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷ പറഞ്ഞ ചരുവോ, ചരുവത്തിനകത്ത് വെള്ളം എടുത്തിരിക്കുന്നു. പ്രൈസലോ. അത് ഭൂലോകമാണ്. ഈ
ഇതിനകത്ത് നമ്മുടെ ഒരു ഭൂമിയുടെ ഒരു ചെറിയ ഗോളം ഒന്ന് താഴ്ത്തിയിട്ട് താണ് കിടക്കുന്നത്. സ്തോത്രം. പക്ഷെ പരിവർത്തനം നടക്കേണ്ടത് ഈ ഭൂമിയുടെ മേലാണ്. പക്ഷേ ഈ ലോകം മുഴുവൻ, എന്റെയും നിങ്ങളുടെയും കണ്ണിനെ കാണാൻ കഴിയാത്ത ഈ ലോകം മുഴുവൻ വെള്ളം കൊണ്ട് നിറയപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്തത്? ഇനി അവിടെ അടുത്തൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, ആമേൻ സ്തോത്രം, ആഴത്തിന്റെ മേൽ ഇരുളുണ്ടായിരുന്നു. ആഴത്തിന്റെ മേലെ ഇരുളുണ്ടായിരുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഇരുളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുളിന് ഭയങ്കര ശക്തിയുണ്ട്. ഈ വേദഭാഗം ഒക്കെ ചിന്തിക്കുമ്പോ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദി എന്ന ഭാഗം കഴിഞ്ഞിട്ട് ശേഷിക്കുന്ന ഭാഗം തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആ ആദിയുടെ ആദി ആർക്കും തന്നെ പറയാനും ഗ്രഹിക്കാനും പോലും ഒന്നും കഴിയത്തില്ല. നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് ഒന്നും മനസ്സിലാക്കാവുന്ന സംഭവമൊന്നും അല്ല ഇതൊന്നും. പക്ഷെ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ പഠിച്ചാലും ഗ്രഹിച്ചാലും കാണുന്നത് ഒക്കെ പുറകാല സമയങ്ങൾ അതിനെ കുറിച്ച് ആഴമായിട്ട് മനസ്സിലാക്കാം. കാണുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അനുസരണം കെട്ട ദൈവസന്നിധിയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതന്മാർ അവർ ദൈവസന്നിധിയിൽ മറുതലിച്ചപ്പോൾ അവരെ ദൈവം ആക്കിയ സ്ഥലമായിരുന്നു ഭൂമി. ഇവർ ഈ ഭൂമിയിൽ നിന്ന് പിന്നെ അവിടെ ചെന്ന് സ്വർഗത്തിൽ ചെന്ന് ആരാധിച്ച ഭൂമി വന്നോണം. നേരത്തെ ദൈവത്തിന്റെ അടുക്കൽ ഇരുന്നതോടുമായിരുന്നു ആരാധിക്കുകയായിരുന്നു. ആമേൻ. ഇവര് പാപം ചെയ്തപ്പോൾ, അതൊക്കെ പ്രകാരം ഞാൻ പറഞ്ഞോളാം, പാപം ചെയ്തപ്പോൾ ഇവരെ എന്തെടുത്തു? സർവശക്തനായ ദൈവം ഇവരെ ഭൂമിയിലാക്കി. ഈ ഭൂമിയിലാക്കിയ ഈ ദൈവദൂതന്മാർ അവരുടെ വാസസ്ഥലം സ്വർഗത്തിലേത് വിട്ടുപോയത് അപ്പോഴാണ് അവർക്ക് ബോധ്യമായത്. ഈ സാഹചര്യത്തിൽ ഈ ദൂതന്മാർ നക്ഷത്രമണ്ഡലങ്ങളിൽ സ്തോത്രം വസിക്കുന്ന ദൈവദൂതന്മാരുമായി ബന്ധം പുലർത്തി. പിന്നെയും ഇവൻ ദൈവത്തിന്റെ മേഘത്തിന് മുകളിൽ കയറുവാനുള്ള പ്ലാൻ ചെയ്തു. ഈ സാഹചര്യങ്ങളിൽ ഇത് തിരിച്ചറിഞ്ഞ ദൈവം എന്തെടുത്തു? ഈ ദൂതന്മാരെ ഭൂമണ്ഡലത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു. സ്തോത്രം. വലിച്ചെറിഞ്ഞിട്ട് ഭൂമിയെ എന്തെടുത്തെന്നറിയാമോ? വെള്ളത്തിൽ അങ്ങ് താഴ്ത്തി. ഇവനിപ്പം കാല് വെക്കാൻ പോലും സ്ഥലമില്ല, വെള്ളത്തിൽ അങ്ങ് താഴ്ത്തി. അതിനുശേഷം അവൻ സൂര്യനോട് ദൈവം കൽപ്പിച്ചു, നീ ഇനി ഉദിക്കരുത്. നക്ഷത്രങ്ങളെയും ചന്ദ്രമണ്ഡലത്തെയും ദൈവം കറുപ്പുടുപ്പിച്ചു. സ്തോത്രം. അങ്ങനെ ഭൂമി മുഴുവൻ എന്തായി മാറി? നമ്മള് കാണുന്ന വേദപുസ്തക പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്ന വീടാണ്, പക്ഷെ അതിനപ്പുറത്താദി ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം പറയുന്ന മനസ്സിലാവും. അങ്ങനെ ആകുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം ഇപ്പോൾ ഈ ഭൂമി മുഴുവൻ എന്തായി മൂടപ്പെട്ട് കിടക്കുന്നു? ഇരുൾ മൂടപ്പെട്ട് കിടക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് തന്റെ സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചു. യേശു ക്രിസ്തുവിലൂടെ, വചനത്തിലൂടെ, വചനം എന്ന് പറഞ്ഞാൽ ലോഗോസ് എന്നായിട്ടാണ്, ലോഗോസിലൂടെ പരിശുദ്ധാത്മാവിനോട് കൽപ്പിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് പരിവർത്തനമായിരുന്നു. പരിവർത്തനം എന്ന് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇരുളിന്റെ മുകളിലേക്ക്, ഇരുളിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി. പറഞ്ഞൊരു വലിയ ചരുവത്തിൽ വെള്ളം ഇരിക്കുന്നു, ഭൂമി അതിനകത്ത് മുങ്ങെടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഭൂഗോളമാണെന്ന് വെച്ചോടുക, എന്റെ റിസ്റ്റ് ഭൂഗോളമാണെന്ന് വെച്ചോടുക. അപ്പൊ പരിശുദ്ധാത്മാവ് എന്തോടുത്തു? ഈ ഇതിനിടയിലോട്ട് ഇറങ്ങി. അപ്പൊ ഇതിന് മുകളിൽ എന്തുവാ? വെള്ളമാണ്. ഇതിനിടയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി പരിവർത്തനത്തിന് വേണ്ടി. ഇന്ന് ഈ സന്ധ്യാമത്തിൽ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഏതെല്ലാം മേഖലകളിൽ ഇറങ്ങണോ അവിടെ ഇറങ്ങാൻ ശക്തൻ. കുഞ്ഞു കാര്യത്തിന് പേരൊന്നും ഇറങ്ങി തീർക്കുന്ന ആളൊന്നുമല്ല. അപ്പം ഈ ഭൂമിയുടെ മുകൾ പരപ്പിലൂടെ പരിവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയ പരിശുദ്ധാത്മാവ് തന്റെ വ്യാപാര ശക്തിയാൽ. ഇതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമുക്ക് കാണുന്ന പ്രാവ് പോലാണല്ലോ, ഒരു സിമ്പിളായിട്ട് കാണുന്നേ. തന്റെ ചിറക് അങ്ങ് വിരിച്ചെന്ന് വെച്ചു.
അല്ലെങ്കിൽ തന്റെ വ്യാപാര ശക്തി ഭൂമിയുടെ മുകൾ പരപ്പിൽ വിരിച്ചിട്ട് നിങ്ങൾ നോക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തോ ചെയ്തെന്നറിയാമോ? ഈ ഭൂമിയുടെ മുകൾ പരപ്പിലുള്ള സകല വെള്ളത്തെയും, സ്തോത്രം, ഇങ്ങോട്ട് നോക്ക്, ചെറിയ വെള്ളമൊന്നും അല്ല, പിന്നെ കേട്ടില്ല, ഗ്യാലൻ കണക്കോ? സ്തോത്രം. ഇതിന്റെ കണക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്ന് വെച്ചാൽ ഈ ഭൂലോകം മുഴുവൻ, ഭൂമിയല്ല ഭൂലോകം മുഴുവൻ കിടക്കുന്ന വെള്ളം കൊണ്ട് അങ്ങ് പൊങ്ങി. മനസ്സിലായി? നടത്തിയ പരിപാടി വല്ല പിടികിട്ടിയോ? അപ്പം സ്തോത്രം, പരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞതിനകത്തോട്ടെന്തോർത്തു അങ്ങോട്ട് ഇറങ്ങി തന്റെ ശക്തിയെ വിരിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, അവിടെ ഒരു മണ്ഡലം ഉണ്ടാക്കി. അവൻ എന്തെടുത്തു? ഇതുകൊണ്ട് അങ്ങ് പൊങ്ങി. നിങ്ങൾ നോക്കിയ പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ നമുക്ക് അളക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത വലിയ വെള്ളത്തിന്റെ കൂട്ടവുമായിട്ടാണ് എന്തോടുത്തത്? പരിശുദ്ധാത്മാവ് പൊങ്ങിയത്. ഇതാണ് മേലുള്ള വെള്ളം. സ്തോത്രം. മനസ്സിലായോ? മേലുള്ള വെള്ളം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഭൂമി എന്തായി? തെളിയും. സ്തോത്രം. നമ്മൾ പഠിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ അവിടെ ഭൂമി ഉണ്ടാക്കുകയല്ലായിരുന്നു, അത് ആദിയിൽ കഴിഞ്ഞു. മടക്കി വരുത്തുകയായിരുന്നു. ഭൂമിയെ മടക്കി വരുത്തുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച ഈ ഭൂമിയിലുള്ള വെള്ളം മുഴുവനും കൂടെ തന്റെ ശക്തി കൊണ്ട് എടുത്തുകൊണ്ട് പോയ ഒരാത്മാവിന്റെ ശക്തി. ആശയം പിടികട്ടെ, ഞാൻ അല്ല മനസ്സിലാക്കാൻ കഴിയും. ഈ ഭൂമിയിലുള്ള സകല വെള്ളത്തെയും കൂടെ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് 2 തൊട്ടി വെള്ളം ഒരുമിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. മനസ്സിലായോ? ഈ വെള്ളം എല്ലാം കൊണ്ട് ഒരുമിച്ച് തന്റെ ആത്മശക്തി എടുത്തു കൊണ്ടുപോയതാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. Praise the Lord. Praise the Lord. ഇന്ന് നിങ്ങളോട് ആത്മദൂത് വിളിച്ചു പറയട്ടെ, ഇതിന്റെ എത്ര വലിയ പ്രശ്നമായിരുന്നാലും ഇവൻ പരിഹരിക്കാൻ എത്ര ഭയങ്കര പ്രശ്നമായിരുന്നു, എത്ര വലിയ വിഷയമായിരുന്നാലും ഇവൻ എന്തുകൊടുക്കാൻ മതിയായവനാണ്, പരിഹരിക്കാൻ മതി. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ ആരും ഭാരപ്പെട്ടിരിക്കരുത്. നിങ്ങൾ കാണുന്നൊരു നിസ്സാര പ്രവൃത്തിക്ക് വേണ്ടിയുള്ള ആളൊന്നും അല്ല പരിശുദ്ധാത്മാവ്. Praise the Lord. Praise the Lord. വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ദൈവം ആക്കി വെച്ചിട്ടുള്ളവനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. Praise the Lord. അവന്റെ പരിവർത്തന മുഖാന്തരം ഭൂമിയെ മടക്കി വരുത്തി. Praise the Lord. അവൻ ഇത്ര ശക്തനായ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന മന്ദിരമാണ് നിങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന 2 കടുമുട്ടായി പോലിരിക്കുന്ന സാധനത്തെ പറക്കിയിട്ടുണ്ട് നടക്കുന്ന ആൾക്കാരൊന്നുമല്ല നമ്മൾ. നമുക്ക് ആ വേദപുസ്തകത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. ആമേൻ. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇത്ര വലിയവനായ ആത്മാവിനെ കൊണ്ട്, മനസ്സിലായോ? ഇത്ര ശക്തനായ ആത്മാവിനെ കൊണ്ട് ആമേൻ നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ആരാണ്? സ്തോത്രം. നിങ്ങളെ തന്നെ വല്ല ബോധ്യമായോ? ഇത്ര ഭയങ്കരമായ ദൈവാത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യാപരിക്കുന്ന ആത്മാവിന്റെ വലിയ ശക്തി, വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ വലിയ ശക്തി, വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വലിയ പദ്ധതി ആരും നീ വിചാരിക്കുന്നത് പോലല്ല. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും. അവൻ വലിയവനായ ദൈവമാണ്. അവൻ വലിയവനായ ദൈവമാണ്. അവൻ അത്ഭുതത്തിന്റെ ദൈവമാണ്. അവനെയാണ് ഈ സഭയെ ഏൽപ്പിച്ചിട്ട് പോയത്. സഭയുടെ സകല പരിപാടി ആരുടെ പക്കലാണ്? പരിശുദ്ധാത്മാവിന്റെ പക്കലാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ സകല പ്രോഗ്രാമും ചാർട്ട് ചെയ്തിരുന്ന പരിശുദ്ധാത്മാവാണ്.
Praise the Lord. സ്തോത്രം. പരിശുദ്ധാത്മാവ് ചാർട്ട് ചെയ്ത പദ്ധതികൾ മാത്രമേ യേശു ക്രിസ്തു ഭൂമി ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ആമേൻ അടുത്ത് ആക്കി വെച്ച സഭയാണ്. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവാണ് സകല പരിപാടികളും ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആമേൻ. അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങളും ഇവിടെ താണിരിക്കുന്നത്. വലിയവനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആമേൻ പ്രാപിപ്പാൻ, ആമേൻ, അവനെ വഹിച്ചു കൊണ്ടുപോകാൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, താല്പര്യത്തോടെ താണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ അവൻ വെളിപ്പെടുന്ന ദിവസങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണേ, ഒരു ചെറിയ നിലയിലൊന്നും അല്ല ആത്മാവ് ഇറങ്ങിയാൽ ഇറങ്ങുന്നേ. മനസ്സിലായോ? ഒരു ചെറിയ നിലയിലൊന്നും ഈ ആത്മാവ് ഇറങ്ങിയ പിന്നെ നമുക്ക് നിൽക്കാനൊന്നും പറ്റും. സ്തോത്രം. ശരിയായ രീതി ആത്മാവ് നമ്മളിലോട്ട് ആഴത്തിൽ ഇറങ്ങിയ പിന്നെ നമുക്ക് നിൽക്കാനൊന്നും പറ്റത്തുന്നില്ല. നിങ്ങൾക്കറിയാമോ, തേജോമയനായ യേശു ക്രിസ്തുവിനെ, ആത്മസാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ എന്ന് കണ്ടപ്പോൾ സംഭവിച്ചെന്നറിയാം. യോഹന്നാന്റെ സുവിശേഷം വെളിപ്പാട് പുസ്തകം 1:17 വാക്യത്തിൽ പറഞ്ഞു, ഞാൻ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ഞാൻ എന്തെടുത്തു, അവന്റെ കാൽക്കൽ വീണു. പ്രൈസ് ദി ലോർഡ്. ആരെ ഇങ്ങോട്ട് നോക്കേ, യേശുവിനെ ഇങ്ങനെ ഒന്ന്, ഇന്നലെ വരെ യേശുവിന് മാറോട് ചാരി കിടന്ന യോഹന്നാനാ യേശുവിനെ ഇങ്ങനെ ഒന്ന് കണ്ടതേ ഉള്ളൂ. കണ്ട മാത്രമല്ല എന്തെടുത്തു, മനസ്സിലാണ്. നിങ്ങൾ ദാനിയേൽ പുസ്തകം നോക്കി, ആമീൻ, സ്തോത്രം, 10-ാം അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എത്ര ഭയങ്കരമാണെന്നറിയാമോ? അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ, ആമീൻ, അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് ഇടറി. അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോ, ശബ്ദം എന്തോടത്തേ ഉള്ളൂ, കേട്ടതേ ഉള്ളൂ. അന്നേരം ഞാൻ എന്തോടുത്തു, നിലത്ത് വീഴുന്നുണ്ട്, ബോധം കേട്ട് നിലത്ത്. എന്റെ ബോധമാണെന്നൊക്കെ അങ്ങ് പോയി. സ്തോത്രം. പിന്നെ നമ്മള് 2 ആഴ്ചയൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ ആഴമായിട്ട് പരിശുദ്ധാത്മാവിനെ എന്തോടുക്കണം, എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ആദ്യ നൂറ്റാണ്ടിന്റെ ഒരു തനി പകർപ്പ് നിങ്ങൾ ഉണ്ടാക്കണം. സ്തോത്രം. ആദ്യ നൂറ്റാണ്ടിന്റെ ഒരു ആത്മപകർപ്പുണ്ടാണ്. എത്ര പേര് ആഗ്രഹിക്കും? ഇങ്ങനെ പറ്റത്തില്ല. നിങ്ങൾ 1-ാം ദിവസം ഇരിക്കുമ്പോൾ തന്നെ അങ്ങ് ക്ഷീണിച്ചു പോയി. ഇനി ഞാൻ ഇത്ര യാത്ര ചെയ്ത് വന്നിട്ട് എന്റെ കണ്ണിന്റെ ക്ഷീണമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടു നിൽക്കണം. യേശു എന്ന ഒരൊറ്റ വാക്കല്ലാതെ വേറെ നമ്മൾ വിചാരിക്കുന്നത് 10,000 കൂട്ടം കാര്യത്തിന് ഇടയിൽ വന്നൊരു ചെന്നേരം വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നൊന്നും കൂട്ടായ്മ. അത് ഉപവാസ പ്രാർത്ഥനയല്ല, ഉപായ പ്രാർത്ഥന. നാട്ടിൽ ഞങ്ങൾ പറയുന്ന ഉപായ പ്രാർത്ഥന. വന്നിച്ചിട്ട് നേരം വന്നിരുന്നു. നിങ്ങളൊന്നും അല്ല, ഞങ്ങളുടെ ഞാനും കണ്ട പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരുന്നത് എന്തായിരിക്കണം? നമ്മൾ കുറച്ചു നേരം പട്ടിണി ഇരുന്ന്, ആമേൻ, കാലലിയ, സ്തോത്രം, കുറച്ച് കാപ്പി, ചായ, പഞ്ചാരയെല്ലാം ഇട്ടിട്ട് തലക്കെ കുടിച്ച് അവസാനം ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഷുഗർ പേഷ്യന്റ് ആയിട്ട് മാറി. ചില പ്രിയപ്പെട്ട ഉപവാസമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അൾസർ പിടിക്കും. പക്ഷെ നമുക്ക് ഷുഗറും പിടിക്കരുത്, അൾസറും പിടിക്കരുത്. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടെ. അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോകുന്നവരെന്തെടുക്കുക, ഞാൻ പലപ്പോഴും ഞാൻ എന്റെ പ്രാർത്ഥനയിൽ പറയാൻ ഒരു കാര്യം, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ച ദോഷമൊന്നുമില്ല. പക്ഷേ ഉപവാസമായിട്ടിരിക്കുന്ന ഒരു ഉപവാസമായിട്ടിരിക്കണം. ഉപവാസത്തിൻ്റെതായ ആത്മശക്തി. സ്തോത്രം. പിന്നെ നിങ്ങൾ ഭാഗ്യമായിട്ടൊക്കെ എടുക്കുന്നത് നല്ലത്. അതിനെ ഞാൻ പറഞ്ഞതിന്റെ എല്ലാ ആശയം നിങ്ങൾ ഉപവസിക്കുന്നവരുടെ ഉപവാസമായിരിക്കും. നിങ്ങൾ കഴിവ് ഇവിടെ വിട്ട് എഴുന്നേറ്റ് പോകാതിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഈ മോശം കുറിച്ച് എങ്ങനെയാണെന്നറിയാം. യഹോവയുടെ സന്നിധിയിലോട്ട് ചെന്നു
മോശ ആമേൻ കർത്താവിന്റെ പാദപീഠത്തിൽ കവടങ്ങ് വീഴുവാൻ 40 ദിവസം കഴിഞ്ഞാൽ കവട് വീണതെത്തും ഒരൊറ്റ കിടന്നു. മനസ്സിലായി കർത്താവിന്റെ വാദത്തിലും കിടക്കുക. അവിടുന്ന് അനക്കമില്ല, എഴുന്നേറ്റുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ മോശയിൽ ചെയ്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. സ്തോത്രം. യേശു ഉപസിച്ചത് സ്തോത്രം പരിശുദ്ധാത്മാവാ യേശുവിനെ ഉപസിക്കാനായിട്ട് കൊണ്ടുപോയി, മരുഭൂമിയിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ ഇങ്ങോട്ട് നോക്കി, ആരെ കൊണ്ടുപോയി? അപ്പൊ കർത്താവിനെ പരീക്ഷയുടെ നടുവിൽ പരീക്ഷയിലൂടെ കടത്തിയത് ആരാ? പരിശുദ്ധാത്മാ. ഇതിന്റെ എല്ലാ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, പരിപാടി ചാർട്ട് ചെയ്തിരിക്കുന്ന ആരാ? അതുകൊണ്ട് ഈ അനുഗ്രഹമായ സ്തോത്രം ഉപവാസ പ്രാർത്ഥന 1-ാമത്തെ ദിവസം പറയട്ടെ, ഈ ആമേൻ യേശുവിന്റെ ഉപവാസ പ്രാർത്ഥന ആമേൻ സ്തോത്രം 40 ദിവസവും ആമേൻ പിതാവായ ദൈവത്തോടുകൂടെ പരിശുദ്ധാത്മാവിലായിരുന്നു. സ്തോത്രം. പൗലോസ് എങ്ങനായിരുന്നു? പൗലോസ് ആമേൻ നേരെ എന്തോടുത്തു? അറബിയിലേക്ക് പോയി, മരുഭൂമിയിലേക്ക് പോയി. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ താൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായി. ആമീൻ സ്തോത്രം. അവിടെ തന്നെ ഏലിയാവ് എങ്ങനായിരുന്നു? നേരെ കർത്താവ് പറഞ്ഞതനുസരിച്ച് ആമീൻ സ്തോത്രം പർവ്വതത്തിൽ ഗുഹയിൽ പോയി താൻ അവിടെ ഇരിക്കുകയായിരുന്നു. സ്തോത്രം. അങ്ങനെ നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ ആമീൻ സ്തോത്രം ഉപസിച്ചിരുന്ന വിശുദ്ധന്മാരെല്ലാം ദൈവത്തോട് കൂടെ ആയിരുന്നു. നമ്മളും അങ്ങനെ ദൈവത്തോട് കൂടെ ആയിരിക്കണം. അങ്ങനെ കഴിയുന്നവരൊക്കെ എങ്ങനെ ആയിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യമായ ഉദ്ദേശബുദ്ധി പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നിങ്ങൾ നോക്കി. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്ന് വരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. ആഹാരം നമ്മെ ദൈവത്തോട് നിങ്ങളിത് പറ. നിങ്ങൾ കണ്ടു, എനിക്കറിയാം. നിങ്ങൾ വാങ്ങണ്ടെന്ന് പറയുന്നു. ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, തിന്നാൽ ആദായവുമില്ല, എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം തിന്നാൻ ഞാൻ നഷ്ടവും. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. അപ്പം ദൈവത്തോട് നമ്മളെ ആഹാരം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തോടുക്കുന്നത്? ആഹാരം ഭക്ഷിക്കുന്നത്. ദൈവത്തോട് അടുത്തിരിക്കുക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു ഉപവസിച്ചെഴുന്നേറ്റ മാത്രയിൽ പിശാച് കൊണ്ടുവന്ന ആഹാരത്തിന്റെ പദ്ധതിയാണ്. വേറെ ഒന്നും കൊണ്ടുവന്നില്ല. ആദ്യം എന്താ കൊണ്ടുവന്നേ? ഈ കല്ല് ആമേൻ. അതൊക്കെ പുറകാലം ഉള്ള സമയത്ത് ഞാൻ പറഞ്ഞോളാം. പ്രീസലോ. ഞാൻ പറഞ്ഞതിന്റെ ആശയം, ആഹാരം നമ്മളെ ഒരിക്കലും എന്തോടുക്കത്തില്ല, ദൈവത്തോട് അത്രത്തോളം നമുക്ക് അടുക്കാനായിട്ട് കഴിയത്തില്ല. പ്രീസലോ. അതുകൊണ്ട് നിങ്ങളുടെ ഉപവാസം കുറച്ചുകൂടെ ആ ഒരു പ്രത്യേക തലത്തിലോട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രീസലോ. വിടുതല്ല. ദൈവം സഹായിച്ച് 40 ദിവസം ഞാൻ ഇരുന്ന് ഉപവസിച്ചിട്ടുണ്ട്. 21 ദിവസം പലവട്ടം ഉപവസിച്ചിട്ടുണ്ട്. പിന്നെ താഴോട്ടുള്ള ഉപവാസത്തിലൊന്നും കണക്ക് കൈയൊന്നും എണ്ണമൊന്നുമില്ല. പ്രീസലോ. അതുകൊണ്ടാണ് ഇന്ന് വരെ കർത്താവിന്റെ കൃപയാൽ ഇങ്ങനെയൊക്കെ നിലനിൽക്കാനായിട്ട് ദൈവം സഹായിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിവതും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജോലി ഉള്ളതുകൊണ്ട് ജോലിയുടെ ഉണ്ടല്ലോ, പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയില്ല. അത്ര ചെയ്യാലോ. എങ്ങനെ ആയിരിക്കണം? പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആമീൻ സ്തോത്രം. എടുത്ത പാട്ട് വേഗത്തിൽ പോവുക. ആമീൻ സ്തോത്രം. ഈ ദൈവത്തിന്റെ ഇത്ര ഭയങ്കരനായ, ഇത്ര വലിയവനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങൾ കൊണ്ടു നടക്കാൻ പോകുന്നത്.
നിസാരപ്പെട്ട ആളിനെ അല്ല നിങ്ങൾ കൊണ്ടാടുന്ന ഇത്ര വലിയ ശക്തിയുള്ള ഈ ഭൂലോകത്തിലുള്ള സകല വെള്ളങ്ങളെ കൊണ്ട് എടുത്തുകൊണ്ട് എന്തോടത്തെ മുകളിൽ കയറി പോയ ഇത്ര ഭയങ്കര ശക്തിയുള്ള ഒരു ആത്മാവിനെ ശക്തമായ നിലയിൽ എടുത്തുകൊണ്ട് നടക്കാനാണ് വാസുവാസം ഇരിക്കുന്നത്. സിസ്റ്ററിന്റെ പേരെന്തുവാ? ബിനു. ബിനു സിസ്റ്റർ ഫുള്ളല്ലയോ? ആണോ? ബിനു സിസ്റ്റർ വാസം ഇരിക്കുന്ന ഇത്ര ഭയങ്കര ആത്മസാന്നിധ്യത്തിൽ നടക്കാനാണ്. മനസ്സിലാക്കാൻ കഴിഞ്ഞോ? പക്ഷേ നിങ്ങൾ ഉപവസിച്ച് എഴുന്നേൽക്കുമ്പോൾ അതിന്റെ പ്രതിഫലനം ഉണ്ടാവണം. ഇത്ര ഭയങ്കരനായ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന ആ പ്രവൃത്തി ദേശത്തതിന്റെ പ്രതിഫലനം ഉണ്ടാകണം. ദൈവം അത് ചെയ്യാൻ മതിയായ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരുന്നാൽ ദൈവത്തിന്റെ ആത്യന്ത ശക്തി ഇറങ്ങി വരുന്നത് മാനുഷ്യ ചിന്താഗതികൾക്കപ്പുറത്താണ്. അതുകൊണ്ട് ഇത്ര ഭയങ്കരമായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ വെളിപ്പെടട്ടെ. അങ്ങനെ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. രണ്ടാമതായി നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവുമായി മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ. ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമതായി പൗലോസ് അടുത്തൊരു കാര്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എടുത്താട്ടെ. അവൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ദേവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജിച്ചത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ആമേൻ. 16-ാമത്തെ വാക്യത്തിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. രണ്ടാമതായി പറയുന്നു, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിച്ചത? നിങ്ങൾ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ എപ്പോഴും ആരാധന നടക്കണം. മന്ദിരത്തിൽ ആത്മാവ് വസിക്കുമ്പോൾ സ്തോത്രം, ആലയത്തിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? ആരാധന ഉണ്ടായിരിക്കണം. ആലയം പ്രാർത്ഥനയ്ക്കുള്ളതാണ്. സ്തോത്രം. നമ്മുടെ ഈ ആലയം എന്തിനുള്ളതാണ്? ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നോക്കിയ പ്രവാചകനാകുന്ന യെശയ്യാവ് തന്റെ പ്രവചനം 56-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഞാൻ നിന്നെ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനയുടെ ആലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. അടുത്തത് എന്റെ ആലയം സകല ജാതികൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാണ്? നമ്മൾ ആരാണ്? ദൈവത്തിന്റെ. കർത്താവ് പറയുന്നു, എന്റെ ആലയമാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയമാണ്. അപ്പൊ ഈ ആലയത്തിൽ എന്ത് നടക്കണം? പ്രാർത്ഥന നടക്കണം. ഈ ആലയത്തിൽ ആരാധന നടക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. പ്രൈസ് ഗോഡ്. ചില സന്ദർഭങ്ങളിൽ നല്ല പാട്ട് പാടിക്കൊണ്ട് ഉണർന്ന ആരെങ്കിലും ഉണ്ടോ? രാവിലെ എഴുന്നേക്കുമ്പോൾ നല്ല പാട്ട് പാടിക്കൊണ്ടിരുന്നവരുണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. എന്തുവായി നടക്കുന്നത് അറിയോ? നിങ്ങൾ രാത്രി ഉറങ്ങി കിടക്കുമ്പോഴും ആലയത്തിൽ ആരാധന നടക്കുക. സ്തോത്രം. എന്റെ ജീവിതത്തിൽ ഒത്തിരി സന്ദർഭങ്ങൾ രാവിലെ നല്ല പ്രസംഗം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അതിന്റെ അർത്ഥം രാത്രി കൂടി എന്റെ പരിപാടി എന്തുവാ? എന്റെ ആലയത്തിലെ പരിപാടി എന്തുവാ? മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നല്ല പാട്ട് പാടിക്കൊണ്ടാണ് എന്തോ എടുക്കുന്നേ? ഉണരുന്നേ. ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും
ദൈവത്തിന്റെ ആലയമായ നിങ്ങളുടെ മന്ദിരത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയാതെ ഒരു ആത്മീയ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരാധന നടക്കുന്ന നിന്റെ അയലോക്കത്ത് പോലും പിശാചിന് വരാൻ പറ്റത്തില്ല. അല്ല, പറഞ്ഞു പിടി കിട്ടിയോ? ഇങ്ങനെ ആരാധന നടക്കുന്ന നിന്റെ അയലത്തൂടെ പോലും ആർക്ക് വരാൻ പറ്റത്തില്ല. രാവും പകലും നിന്റെ അന്തരംഗത്തിൽ എന്തുവാ? ദൈവത്തിന്റെ ആത്മീയ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ എപ്പോഴും ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചനം സ്തോത്രം ഉരുവിടുകയും, നിങ്ങൾക്ക് അറിയാവുന്ന വചനം നിങ്ങൾ എന്തുകൊടുക്കണം? ഉരുവിടണം. നിങ്ങൾക്കറിയാവുന്ന സങ്കീർത്തനങ്ങൾ നിങ്ങൾ ഉരുവിടണം. നിങ്ങൾക്കറിയാവുന്ന വേദഭാഗങ്ങൾ ഏതായിരുന്നാലും നിങ്ങൾ എന്തുകൊടുക്കണം? ഉരുവിടണം. ഉരുവിടുകയും അനുഗ്രഹീതമായ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ആത്മീയ ഗാനങ്ങൾ പാടുകയും, നടക്കുന്ന നടപ്പിലും ഇരിക്കുന്ന ഇരിപ്പിലും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നു? ആരാധന. കർത്താവ് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനയ്ക്കുള്ള ആലയമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ സന്ധ്യാമത്തോ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം, നമ്മുടെ ഈ ആലയത്തിൽ നടക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നവനാണ്. കാര്യമുണ്ട്, നമ്മുടെ ഈ പ്രാർത്ഥനയെല്ലാം പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടെത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പ്രാർത്ഥനയെല്ലാം ആരാ കൊണ്ടുപോകുന്നേ? പിതാവിന്റെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു, രാവിലും പകലിലും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുക പോലെ, ഒരാവി പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും പിതാവായ ദൈവത്തിന്റെ ഉയർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? വേദപുസ്തകം ഇങ്ങനെ എഴുതി. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ച്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവത്തിന്റെ ഭക്തനായിരുന്ന് ആരായിരിക്കണം? നീ ദൈവത്തിന്റെ ഭക്തനായിരിക്കണം. ഭക്തന്റെ പ്രത്യേകത. സ്തോത്രം. പിശാച് വന്ന് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം, വെറുതെയോ ഇയ്യോബ് ഭക്തനായിരിക്കുന്നത്? വേറൊന്നും ചോദിച്ചില്ല. ദൈവത്തോട് ചോദിച്ച ചോദ്യം ഇതാണ്. വെറുതെയാണോ ഇയ്യോബ് ഭക്തനായിരിക്കുന്നത്? അവൻ പറയുകയാണ്, നീ അവനും അവന്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു, അതുകൊണ്ടായി ഭക്തി നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എത്രപേർക്ക് മനസ്സിലായി? പിശാച് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കുന്ന ഭാഗമാണ് എന്റെയും നിങ്ങളുടെയും ഭക്തി. അതുകൊണ്ടാണ് കർത്താവ് കപടഭക്തിക്കാരെ കുറിച്ച് തന്റെ പരസ്യ ശുശ്രൂഷയിൽ വളരെ വ്യക്തമാക്കി തന്നത്. നിങ്ങൾ അവരോട് തുല്യരാകരുത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭക്തി ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും വലുതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാൻ എന്റെ ആത്മഭാവനയിൽ ഞാൻ കാണുന്നത്, സ്തോത്രം, ഇയ്യോബിന് 10 മക്കളെ പ്രസവിച്ചതാണ് ഇയ്യോബിന്റെ ഭാര്യ. പുള്ളിക്കാരിയുടെ പേരെഴുതിയിരിക്കുന്ന പൊട്ടീന. സ്തോത്രം. വേറൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ 10 മക്കളെ പ്രസവിച്ചിട്ടും, സ്തോത്രം, എന്റെ പാസ്റ്ററെ, ഈ ദൈവദാസന്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി പുള്ളിക്കാരി കണ്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി? ആത്മാവിന്റെ വേലി ആര് കണ്ടില്ല? സ്വന്തം ഭാര്യ കണ്ടില്ല. മക്കള് കണ്ടില്ല. സ്തോത്രം. വേണ്ടപ്പെട്ടവരാരും കണ്ടില്ല. പക്ഷെ ഒരുത്തൻ നോക്കിയപ്പം കണ്ടു. അവന്റെ പരിപാടി നിന്റെ ചുറ്റിന് എന്തൊക്കെയുണ്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ കണ്ടിട്ട് പറഞ്ഞു, നീയേ വെറുതെ ഒന്നും അല്ല ഇയ്യോബ് നിന്റെ ഭക്തനായിട്ടിരിക്കുന്നു, നീ അവനും
മറ്റൊരാൾക്ക് കാണാൻ കഴിയാത്തത് ദൈവം നിന്റെ ചുറ്റിനും കെട്ടിയിരിക്കുന്നു. മനസ്സിലായോ? പോയ വഴിക്ക് തകരാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, എന്റെയും നിങ്ങളുടെയും മറ്റ് പല അനുഭവങ്ങൾ കൊണ്ടല്ല. നിന്റെ ചുറ്റിനും നീ തകരാതിരിക്കാൻ വേലയുണ്ട്. മനുഷ്യ നിന്റെ കണ്ണത് കാണാൻ കഴിയാതിരിക്കുമ്പോൾ പിശാച് പറയുകയാണ്, ഞാൻ അവന്റെ ചുറ്റും എന്റെ വേലി കെട്ടിയിരിക്കുന്നു, ഞാൻ അവന്റെ ചുറ്റും എന്റെ വേലി കെട്ടിയിരിക്കുന്നു. ഞാൻ അവന്റെ ചുറ്റും എന്റെ വേലി കെട്ടിയിരിക്കുന്നു. പിശാച് നോക്കുമ്പോൾ ആ വേലിയാണ്. ഇതെന്തോ വേലിയാണെന്നറിയോ? സാധാരണ വേലിയല്ല, പരിശുദ്ധാത്മാവിന്റെ വേലിയാണ്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു? പരിശുദ്ധാത്മാവിലാണ് ആമേൻ സ്തോത്രം യേശു നമ്മളിൽ ആമേൻ ദുഷ്ടന്റെ സാന്നിധ്യം എടുക്കാതെ വണ്ണം വേലി തീർത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രണ്ട് നമുക്ക് തന്നെയാണോ? നമ്മുടെ ഭവനത്തിന് ചുറ്റും. പ്രൈസ് ദി ലോർഡ്. എത്രയോ മലയാളികളുടെ ഭവനത്തിൽ ഈ UK കള്ളം കേറിയില്ലേ? നമ്മുടെ വീട്ടിൽ കേറാഞ്ഞ നമ്മുടെ എന്തോ കഴിവുകൊണ്ടാണോ? അല്ല, പിന്നെ സ്തോത്രം. പലപ്പോഴും നിങ്ങളെ കതവ് തുറന്ന് ഇട്ടിട്ട് പോയിട്ടില്ലേ? സ്തോത്രം. പൂട്ടിയെന്നും പറഞ്ഞ് എന്തോ എടുത്തു, താക്കോൽ എടുത്തോണ്ട് പോയിട്ടില്ലേ? സ്തോത്രം. കള്ളം കേറിയിട്ടുണ്ടോ? ഇല്ല. എന്നാ കേറാഞ്ഞേ? അലസേഷൻ പട്ടി വളർത്തുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. തമ്പുരാന്റെ വേലി. സ്തോത്രം. പിശാചിന് എത്തി നോക്കാൻ പറ്റത്തില്ല, വേലിയുള്ളൂ. സ്തോത്രം. രണ്ട്, നമുക്ക് മുമ്പിൽ അനവധി നഷ്ടങ്ങളും കഷ്ടങ്ങളും പിശാച് വരുത്തി നോക്കാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? പരിശുദ്ധാത്മാവ് എന്തുകൊടുത്തിരിക്കുന്നു? നമുക്കുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. സ്തോത്രം. എന്നാല് പിശാച് പറഞ്ഞു, ഇതേലെ ആ വേലി നീ ഒന്ന് മാറ്റിത്താ. യോബിന്റെ മുഖത്ത് നോക്കി തെറ്റിച്ചു പറയാം. പക്ഷേ ദൈവത്തിന്റെ യോബിനെ ദൈവത്തിന് നന്നായിട്ട് അവൻ ഇതുകൊണ്ടൊന്നും മാറുന്നവനല്ലെന്ന് കണ്ടിട്ട പിശാചിന്റെ മുമ്പിൽ പരീക്ഷയിൽ അവനെ തെളിയിച്ചു കൊടുത്തു. മനസ്സിലാവും. യോബിന്റെ പരീക്ഷ നമുക്ക് വല്ലവർക്കും വന്നായിരുന്നെങ്കിൽ ആമീൻ സ്തോത്രം. ബാക്കി ഭാഗം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് എല്ലാവരും കാണും, കാണത്തില്ല. അത്രയ്ക്ക് കഠോരമായ പരീക്ഷയായിരുന്നു. പക്ഷെ ഈ പരീക്ഷയൊക്കെ വന്നിട്ട് സ്വന്തം മക്കള് 10 എണ്ണം ഒരുപോലെ അവൻ 10 പെട്ടി വീട്ടിൽ വന്നപ്പോഴേ പിള്ളേരെ ഇങ്ങനെ നോക്കിട്ട് പുള്ളി പറഞ്ഞല്ലോ, ദൈവം തന്നു. ആൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും? ഇതാ അയ്യോബിന്റെ ഭക്തി. നമ്മൾ ഈ ഭക്തി ദൈവപൂർവ്വം എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമായിട്ട് ചിന്തിക്കരുത്. എന്ത് പ്രശ്നം വന്നാലും എന്റെ ദൈവം ഇതിന്റെ നടുവിൽ മതിയായവനാണ് ആഴത്തിൽ തിരിച്ചറിയുവാനും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആലയത്തിൽ ആമൻ എന്തുകൊണ്ടായിരുന്നു? ആരാധന നടക്കണം, ആമൻ പ്രാർത്ഥന നടക്കണം. ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നേ? ദൈവത്തിന്റെ ഭക്തനായിരുന്ന് കണ്ട് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന. ഒന്ന് പറഞ്ഞേ, അപ്പം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നമ്മൾ എന്തോ കൊടുക്കണം? ആമൻ ദൈവത്തിന്റെ ഭക്തനായിരിക്കണം. സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ യേശുക്രിസ്തു തന്റെ പരസ്യ ആമൻ പ്രാർത്ഥനയിൽ ലോകത്തെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് എന്താ? ആമൻ സ്തോത്രം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്തോത്രം. അങ്ങനല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. ആമേൻ. ഇതിനാണ് നമ്മളെ വെച്ചത്. എത്ര പേർക്ക് മനസ്സിലാൻ കഴിയും? നിങ്ങൾ ഉപവസിക്കുന്ന ഇതിനാണ്. സ്വർഗത്തിലെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റപ്പെടാനാണ് നമ്മൾ ഉപവസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ജോലി മാറി കിട്ടുന്ന വിഷയമൊക്കെ കളാം. മനസ്സിലായോ? ആമേൻ സ്തോത്രം. വർക്ക് പെർമിറ്റ് കിട്ടുന്നതും കളാം. സ്തോത്രം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി എന്തോടത്തോളും ദൈവം തന്നോളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കൊച്ചു കാര്യത്തിന് വേണ്ടി ഒന്നും എന്തോ കൊടുക്കണ്ട. നിങ്ങൾ ഉപവസിക്കൊന്നും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ടാ മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. പക്ഷെ നിങ്ങൾ വലിയ ദൈവത്തിൽ നിന്ന് ശ്രദ്ധ പ്രാപിക്കാൻ ഉപവസിക്കും. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നും ഒരു വിഷയമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. എത്ര പേർക്ക് നല്ല ഉറപ്പുണ്ട്? എനിക്ക് ഭയങ്കര ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ആവശ്യങ്ങളെല്ലാം
സ്വർഗസ്ഥനായ എന്റെ പിതാവ് അറിയുന്ന ദൈവമാണ്. എന്നെക്കാൾ മുന്നേ അറിയുന്ന ദൈവമാണ്. എന്നെക്കാൾ മുന്നേ അറിയുന്ന ദൈവമാണ്. വിശ്വസിക്കാൻ കഴിഞ്ഞോ? ആമേൻ. നിങ്ങൾക്ക് PR അടിക്കേണ്ടത് തമ്പുരാനെന്ന് അറിയാം. തമ്പുരാനോട് പറയൂ, ഓർത്തിക്കോ, നമ്മുടെ കർത്താവ് അടിച്ചില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അത് അടിക്കാൻ കർത്താവ് എന്ത് കൊടുത്തിരിക്കുകയാണ്? അവൻ കൽപ്പിച്ചിരിക്കുകയാണ്. വിശ്വസിക്കാൻ എത്ര ദൈവം. അതുകൊണ്ട് നിങ്ങളുടെ നിസ്സാര കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കരുതെന്നല്ല പറഞ്ഞേ. നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനുവേണ്ടി നീ ഇരുന്ന് സങ്കടപ്പെടുവൊന്നും വേണ്ട. അതിനുവേണ്ടി നീ ഇരുന്ന് കരയൊന്നും വേണ്ട. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ദൈവം മതിയായ ദൈവം എന്ന് ഉറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ മതി. ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം തോൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മള് ഒരു വിശ്വസ്തരും വിശുദ്ധരുമായ ദൈവത്തിൽ ഒന്നിരുന്ന് പ്രാർത്ഥിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നടക്കും. മറിച്ച് നമ്മൾ ചിലതിന്റെ പുറകെ ഒത്തിരി നേരം കിടന്ന് ഓടിയിട്ടൊന്നും വലിയ കാര്യമില്ല. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നിങ്ങളെ ഇറങ്ങിത്തിരിക്കുന്ന വിഷയത്തിന്റെ മുഖത്ത് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ശക്തനാണ്. വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. സദൃശവാക്യങ്ങളുടെ പുസ്തകം. ആമേൻ. സ്തോത്രം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചു. 15-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്. അടുത്തത് ആരുടെ പ്രാർത്ഥനയാണ്? സ്തോത്രം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടേ ഈ സാധനം ഉണ്ടോ എന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ നാട്ടിൽ പറയാം, അവന് നേര് നില നാട്ടിക്കൂടെ. നമ്മുടെ കേരളത്തിലെ കാര്യമായി പറയുന്നത്, ഇവിടുത്തെ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ നിങ്ങളെ ചോദിച്ചു ഏത് പുസ്തകം? ദുഷ്ടന്റെ പ്രാർത്ഥന യഹോവയ്ക്ക്, അവന്റെ യാഗം ദൈവത്തിന് വെറുപ്പാണ്. പക്ഷേ നീതിമാന്റെ നേരുള്ളവന്റെ പ്രാർത്ഥനയോ ദൈവത്തിന്. അപ്പം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് എന്തായിത്തീരണം? അപ്പൊ നമ്മുടെ ഉപവാസം ദൈവത്തിന് എന്താവണം? സ്തോത്രം. അതിന് നമ്മളിൽ എന്തോ വേണം? സ്തോത്രം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? അതുകൊണ്ട് നേരോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവകരങ്ങളെ സമർപ്പിച്ച് ദൈവത്തോട് നമ്മളെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മുഖത്തും നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ദൈവം ശ്വസിക്കാൻ കഴിഞ്ഞു. നിങ്ങളെ ശ്രദ്ധിക്കണേ. സ്തോത്രം. ദൈവത്തിന്റെ ദാസനാകുന്ന ഏലിയാവ് ആഹാബിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം. തീ കൊണ്ട് ഉത്തരം അരുളുന്നവനാണ് യഹോവ. ആഹാബിനോട് പറയാം, യഹോവ എങ്ങനാ? അതുകൊണ്ട് പറ, തീ കൊണ്ട് ഉത്തരം അരുളുന്നവനാണ് യഹോവ. സംശയമുണ്ടോ? ഈ തീ കൊണ്ട് ഉത്തരം അരുളുന്നവനാണ് യഹോവ എന്ന് ആഹാബിനോട് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം, ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ തീ കൊണ്ട് തന്നെ ഉത്തരവാദിത്വം. മനസ്സിലായി? ഏലിയാവ് കേട്ടതാണ്, ദൈവത്തിൽ നിന്ന് കേട്ട കാര്യമാണ് ആഹാബിനോട് പറഞ്ഞത്. ഇനിയും ആമീൻ സ്തോത്രം. താന് യാഗം കഴിക്കാനായിട്ട് യാഗപീഠം ഉണ്ടാക്കി താൻ മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ചപ്പോൾ താൻ പറഞ്ഞൊരു വാക്ക് മനസ്സിലായോ? യഹോവേ, നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ഇത് ചെയ്തു. അതിന്റെ അർത്ഥം എന്നാ? ദൈവം നേരത്തെ ഇങ്ങനെ ചെയ്യണമെന്ന് അവനോട് കൽപ്പിച്ചു. മനസ്സിലാക്കാൻ കഴിയുന്നു? സ്തോത്രം. ഇങ്ങനെ ഈ കാര്യം ചെയ്യണമെന്ന് കൽപ്പിച്ചു. ആ കൽപ്പിച്ചതുപോലെ ഏലിയാവ് ചെയ്തു. ചെയ്തിട്ടാ പറഞ്ഞത്, യഹോവേ ഉത്തരവരുളണമേ. അപ്പൊ യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തിട്ട് മുടങ്ങാൻ ആര് മടക്കുന്നു അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടി തരാൻ അവൻ ശക്തനാണ്. നമ്മൾ ദൈവത്തിൽ ചിലത് കേൾക്കട്ടെ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളോട് പറയട്ടെ.
ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം നിങ്ങളോട് ഡയറക്റ്റ് സംസാരിക്കും. ദൈവത്തിന് സംസാരിക്കാൻ പറ്റിയൊരു വ്യക്തിയായി ഞാൻ നിങ്ങളെ മാറട്ടെ. ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കും. നേരിട്ട് സംസാരിച്ച ആരിലുണ്ട് കാര്യങ്ങൾ ദൈവം നേരിട്ട്. സംശയമുണ്ടോ? സംസാരിക്കും. എന്നോട് കർത്താവിന്റെ കൃപയാണ്, ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞോളാം. കർത്താവിന്റെ കൃപയാണ്. അനവധി സന്ദർഭങ്ങളിൽ നിങ്ങളിൽ ഒരാൾ സംസാരിക്കുന്നത് പോലെ തന്നെ ദൈവശബ്ദം നേരിട്ട് കേൾക്കാൻ ഭാഗ്യം. ഞാൻ ഒരു 7 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് എന്റെ പ്രയർ റൂമിൽ ഞാൻ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പൊടുന്നനവേ ഒരു ശബ്ദം കേട്ടു. സ്തോത്രം. ഞാൻ ഒരു ഇൻസിഡന്റ് പറയുന്നു. ഒരു ശബ്ദം കേട്ടു. ഇങ്ങനെ, നിനക്ക് ദൂരയാത്ര ചെയ്യാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ കണ്ണു തുറന്നു, ചുറ്റുപാട് നോക്കി, ആരെയും കാണാനില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിന്നെയും പ്രാർത്ഥന. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കൊറിയർ എന്റെ വീട്ടിൽ വന്നു. അതിനകത്ത്, ആമേൻ, സ്തോത്രം, ഡൽഹിയിൽ കരോൾ ബാഗിൽ വെച്ച് നടക്കുന്ന ഒരു വലിയ കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കുവാൻ പോകാൻ ദൈവത്തിന് സ്തോത്രം നോട്ടീസും അവൻ എന്റെ പേര് വെച്ച നോട്ടീസും എന്റെ ക്രമീകരണ പ്രോഗ്രാം ലിസ്റ്റുകളാണ് അയച്ചിരിക്കുന്നത്. മനസ്സിലായി? സ്തോത്രം. അന്ന് കൃപയാൽ ഞാനും കർത്താവിന്റെ ദാസൻ ഡോക്ടർ PP ജോബ് കേട്ടിട്ടുണ്ടോ? ദൈവവൃത്തിനും കൂടെ ആണ് ആമേൻ, സ്തോത്രം, ആ കൺവെൻഷന് പ്രസംഗിപ്പാനായിട്ട് ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശബുദ്ധി, ദൈവം നമ്മളോട് എന്തൊടുക്കും? പാവണ്ട് പറ. നേരം പോക്കാൻ പറയുകയല്ല, നിങ്ങൾ പറയാൻ വേണ്ടി പറയുക. സ്തോത്രം. ദൈവം നമ്മളോട് സംസാരിക്കും, അല്ലേ? എനിക്ക് കൊല്ലം കുണ്ട്ര എന്ന് പറയുന്ന ആത്മീയ കൈത്താങ്ങൽ തന്ന തോമസ് മുതലാളി എന്ന് പറയുന്ന ഒരു ഫാമിലി. ഈ പിതാവും അപ്പച്ചനും ഞാനുമായിട്ട് വളരെ വളരെ സ്വന്തം മകനും അപ്പനും പോലൊരു റിലേഷൻഷിപ്പ്. സ്തോത്രം. ഈ സാഹചര്യത്തിന്റെ മുഖത്ത് ഈ പിതാവ് സുഖമില്ലാതെ, പ്രായമായി സുഖമില്ലാത്ത ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. ഞാൻ ഒരു ദിവസം അപ്പച്ചനെ കാണാനായിട്ട് ഞാൻ പോയി കണ്ടു, പ്രാർത്ഥിച്ചു, കുറച്ചേറെ നേരം ഞങ്ങൾ സംസാരിച്ചു. സ്തോത്രം. അതിനുശേഷം ഞാൻ സ്തോത്ര മടങ്ങി പോന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഞാൻ പറയാം, ദൈവം നമ്മളോട് സംസാരിക്കുന്ന അനുഭവം പറയാം. നിങ്ങളോട് സംസാരിക്കണം. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കുന്നതിനെ കുറിച്ച് അറിയാൻ പറ്റും. സ്തോത്രം. എല്ലാ ദിവസവും വെളുപ്പിനെ 5 മണിക്ക് എൻ്റെ വീട് ഇതാണെങ്കിൽ സ്തോത്രം, ഈ കാറ് കിടക്കുന്നതാണ് പള്ളി, ചർച്ച്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ എൻ്റെ ശുശ്രൂഷ എൻ്റെ സ്വന്തം നാട്ടിലാണ് ചെയ്യുന്നത്. എത്ര ദൂരമുള്ളൂ ചർച്ചും വീടും തമ്മിലുള്ള ദൂരം. രാവിലെ ദൈവവൃത്തന്മാരോട് താമസിക്കുന്നുണ്ട്. അവര് ഒന്നുകിൽ ചർച്ചിൽ ഇറങ്ങി 5 മണിക്ക് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എൻ്റെ മക്കളുണ്ട്, അവിടെ ഇറങ്ങി പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ആ സന്ദർഭങ്ങളിൽ ഞാനും വൈഫും കൂടെ സ്തോത്രം ഞങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങള് പഠിക്കാനായിട്ട് എഴുന്നേറ്റ് പോയി. ഏകദേശം 5:45 കഴിഞ്ഞു. പഠിക്കാനായിട്ട് എഴുന്നേറ്റ് പോയി. വൈഫ് സ്തോത്രം കിച്ചണില് കുഞ്ഞുങ്ങൾക്ക് പൊതിയൊക്കെ കിട്ടാൻ ക്രമീകരണത്തിനായിട്ട് പോയി. ഞാൻ ഈ ബ്രദർ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ തന്നെ ഞാനിങ്ങനെ ഭിത്തിയിൽ ചാരി അവിടെ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏകദേശം കുറച്ച് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. എന്തിനാ ഇരിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പ്രൈസ് എല്ലാം. പിന്നെ ഇതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞല്ലോ. കഴിഞ്ഞിട്ട് എനിക്കൊരു സ്വഭാവം, ഇച്ചിരി നേരം ഒന്ന് കിടക്കും. പ്രൈസ് എല്ലാം. ഈ സന്ദർഭങ്ങളിലൊക്കെ ദർശനങ്ങളൊക്കെ ദൈവം തരും. സ്തോത്രം. അപ്പൊ എന്തിനാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്നെ ഒരു 10-15 മിനിറ്റ് ഇവിടെ ജോലി ഇങ്ങനെ ഇരുത്തി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, വിശ്വസിക്കാൻ പോലും പാടാണ്. മഞ്ഞ് പെയ്തിറങ്ങുന്നു. മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ഒരു ആത്മസാന്നിധ്യം എന്റെ ചുറ്റിനും വെളിപ്പെട്ടു. മനസ്സിലായോ? മഞ്ഞ് പെയ്തിറങ്ങുന്ന ഒരു ആത്മസാന്നിധ്യം. അപ്പൊ ഞാൻ ഇതിനകത്തായി. ഈ സാഹചര്യത്തിൽ അടുത്ത കേട്ടെന്നല്ലോ, ഇന്ന് കുണ്ടറ അപ്പച്ചൻ മരിക്കും. ദൈവത്തിന് സ്തോത്രം.
മനസ്സിലായോ? ഇതിന്റെ കൊണ്ടറിയാൻ പറ്റും. പ്രിയ ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. അപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് ബ്രദർ ഇരിക്കുന്നത് പോലെ തന്നെ കണ്ണ് തുറന്ന് ഇത് കണ്ടും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. ഞാൻ വളരെ ഫ്രീ ആയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ എഴുന്നേറ്റു. ആമേൻ, സ്തോത്രം. എൻ്റെ വൈഫിനോട് പോയി പറഞ്ഞു, ലിസി ഇവിടെ കൊണ്ടുവരാൻ പറ്റും, മരിക്കും എന്ന് പരിശുദ്ധാത്മാവ്. നോക്കണേ പ്രിയപ്പെട്ടവരെ, ദൈവം സംസാരിക്കുമോ? പറഞ്ഞേ, നിങ്ങളെ വിശ്വാസത്തെ ഉറപ്പിക്കാം. സംസാരിക്കും. സ്തോത്രം. ഞാൻ എന്തെടുത്തു പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ലിസി ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങളുടെ ബന്ധം അത്രയ്ക്ക് വലുതാണ്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എൻ്റെ വൈഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്താടി, ഞാനിവിടെ വരും. പ്രൈസ് ഗോഡ്. ആമേൻ. എന്നാൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് പൊതി കെട്ടാൻ പറഞ്ഞു. പൊതി കെട്ടി. ഏകദേശം 6:45 7 മണിയായി. അപ്പോഴത്തെ പ്രൈസ് ഗോഡ്. ഞാൻ പെട്ടെന്ന് കുളിച്ചു, ഡ്രസ് ചെയ്തു, നേരെ ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ആമേൻ, സ്തോത്രം. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുമ്പോൾ എനിക്ക് ഫോൺ വന്നു, അപ്പച്ചൻ മരിച്ചു പോയി. സംസാരിക്കുമോ? പറ. അപ്പൊ ദൈവം നിങ്ങളോട് എന്തോട് എന്നോട് ദൈവം പറ, നിങ്ങൾ പറ. എന്നോട് ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നോട് ദൈവം സംസാരിക്കണം, എന്നോട് ദൈവം സംസാരിക്കണം. നമുക്ക് റിയലായുള്ള ദൈവശബ്ദം കേൾക്കാം. മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇത് കഴിയണമെങ്കിൽ ആമേൻ, സ്തോത്രം, നേരെ ഒരു നീതിബോധമുള്ള ഹൃദയം നമുക്ക്. ദൈവത്തിന് ആരോടും വ്യത്യാസമൊന്നുമില്ല, അവന് മുഖപക്ഷമില്ലെന്ന് എഴുതിയിരിക്കുന്നത്. നമുക്കൊരു നല്ല നീതിബോധമുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് നേരിട്ട് സംസാരിച്ചു. നിങ്ങളൊരു വാക്യം എടുത്ത് നോക്കി. സംഖ്യാപുസ്തകം നമ്പേഴ്സ്. ആമേൻ, സ്തോത്രം. 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആരുടെ ചേർത്ത്? പിന്നെ അവൻ അരുളി ചെയ്തത്, അവൻ എന്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവനെ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെ വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്തത് മറുപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. നിങ്ങൾ ആ വേദഭാഗം ശ്രദ്ധിച്ചേ. നിങ്ങൾ ആ വേദഭാഗം മനസ്സിലാക്കണം. പ്രത്യക്ഷമായ സമൂഹത്തിൽ കൊടുന്നനവെ ഒരു ദിവ്യവൃത്തിന് യോഗ്യമല്ലാത്തൊരു കാര്യം മോശ കാണിച്ചു. അത് സത്യമാണ്, ആർക്കും കണ്ണിക്കാനും സാധ്യമല്ല. പക്ഷേ ഈ സാഹചര്യത്തിന്റെ മുഖത്ത് തന്റെ വീട്ടിലെ സഹോദരങ്ങളാകുന്ന മിരിയാമും സഹോദരിയായ മിരിയാമും സഹോദരനാകുന്ന അഹരോനും മോശയ്ക്ക് വിരോധമായി കഴിഞ്ഞു. ഇവര് പറയാണ്, നീ മാത്രമൊന്നുമല്ല, നീ അത്ര വിശുദ്ധനൊന്നുമല്ല, നീ മാത്രമൊന്നും കൊണ്ടല്ല എബ്രാൻ അറിയിച്ചു, ഞങ്ങളെ കൊണ്ടൊന്ന് അബ്രാൻ സംസാരിക്കും. നോക്കണേ, ഒരു ദൈവവൃത്തന്റെ ഭവനത്തിലെ വിഷയമാകട്ടെ, അതിന്റെ ഇടയ്ക്ക് ആരിറങ്ങി വരുമെന്നറിയോ? ജീവിക്കുന്ന ദൈവം. സർവശക്തനായ ദൈവം അഹരോനെയും മിരിയാമിനെയും സമാഗമന കൂടാരത്തിന്റെ മുമ്പിലേക്ക് വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾപ്പീൻ. 6-ാമത്തെ വാക്യം. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഞാൻ അവനെ സ്വപ്നത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും ദർശനത്തിൽ ഞാൻ അവനോട് സംസാരിക്കുകയും ചെയ്യും. എന്നാൽ എന്റെ ദാസനായ മോശ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെ വിശ്വസ്തനാണ്. ഞാൻ അവനോട് മറപൊരുളായിട്ടല്ല, സ്പഷ്ടമായിട്ടും അഭിമുഖമായിട്ടും സംസാരിക്കും. അടുത്തത് പറഞ്ഞു, എന്റെ ദാസൻ എന്റെ മുഖം കാണും. എത്ര ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഇന്ന് രാത്രി നിന്നോട് സ്പഷ്ടമായി സംസാരിക്കുന്ന, അഭിമുഖമായി സംസാരിക്കുന്ന, നേരിട്ട് ഇടപെടുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് അദ്ദേഹത്തെ തിരിച്ചറിവുള്ള ദൈവമക്കളെ അറിഞ്ഞിരിക്കാൻ കഴിയത്തില്ല. നേരിട്ട് ഇടപെടുന്ന ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ്.
അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ആലോചന പറയുന്നു. Praise the Lord. ഈ പ്രായം വരെ അനവധി അനുഭവങ്ങളുള്ള വ്യക്തിയാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, നിന്നോട് സ്പഷ്ടമായി Praise the Lord. എത്ര പേര് തിരിച്ചറിഞ്ഞു? നിന്നോട് സ്പഷ്ടമായി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഒരൊറ്റ കാര്യം, അവനൊരു നീതിബോധമുള്ളൊരു ഹൃദയം നമുക്ക് വേണം. സ്തോത്രം, സ്തോത്രം. നീതിബോധമുള്ള ഒരു ആത്മഹൃദയം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ വളരെ ശക്തവും വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധ നമ്മളോട് സംസാരിക്കും. Praise the Lord. കർത്താവ് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. ഓ, ഇറങ്ങി വരുമെന്നേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനൊരു കാര്യം എന്നോടാരും പറഞ്ഞതിന് ഇരിക്കുന്നോട് ഇളക്കിയത്. കർത്താവ് നിങ്ങളുടെ ഇടയിൽ ഇറങ്ങി വരുമെന്നേ. നിങ്ങളെ തൊടും പ്രിയപ്പെട്ടവരെ, നിന്നെ ആശ്ലേഷിക്കും പ്രിയപ്പെട്ടവരെ, നിന്നോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാരം മാറ്റാൻ, നിന്റെ പ്രശ്നം മാറ്റാൻ, നിന്റെ പ്രതികൂലം മാറ്റാൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയമേ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആലയമേ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. സംസാരിക്കട്ടെ.